ഓൾ ഫോർ ഗുഡ് എന്നൊരു പേര്, മലയാളത്തിൽ സാമ്പത്തിക സാക്ഷരത, അതിനുവേണ്ടി തുടങ്ങിയ ഒരു പുതിയ സംരംഭം. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ അത്രേ തോന്നൂ. പക്ഷെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതല്ല. ഇതൊരു സാധാരണ യൂട്യൂബ് ചാനൽ മാത്രമാണോ, അതോ സാമ്പത്തിക വിദ്യാഭ്യാസം നൽകുന്നതിൽ ഇവർ പുതിയൊരു മാതൃക മുന്നോട്ട് വെക്കുന്നുണ്ടോ? നമുക്കതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ശരിയാണ്. കാരണം എല്ലാവർക്കും സൗജന്യമായി സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാമെന്നൊക്കെ പറയുന്നത് അതൊന്നും പുതിയ കാര്യമല്ല. യൂട്യൂബിൽ നോക്കിയാൽ ആയിരക്കണക്കിന് ചാനലുകൾ ഇതുതന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: ഈ രേഖകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ ഓൾ ഫോർ ഗുഡിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അവരുടെ ആ ഒരു പഠനരീതി, അതിൻ്റെ ഒരു ഘടന, അതിലെ ശക്തി, ഒരുപക്ഷെ ചില പരിമിതികളും ഉണ്ടാകാം. അതൊക്കെയാണ് നമ്മൾ ഇന്നൊന്ന് കീറിമുറിച്ച് നോക്കേണ്ടത്. എങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശയം ഒരു കംപ്ലീറ്റ് ലേണിംഗ് ഇക്കോസിസ്റ്റം എന്നതാണ്. അതായത് പഠനം വെറും യൂട്യൂബ് വീഡിയോയിൽ ഒതുങ്ങുന്നില്ല. 100 വീഡിയോകളുള്ള ഒരു കോഴ്സാണ് അതിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയാം. പക്ഷെ അതിന് ചുറ്റുമായിട്ട് വേറെയും പല ഘടകങ്ങൾ അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ കോഴ്സിൽ തന്നെ തുടങ്ങാം. തുടക്കക്കാർക്ക് വേണ്ടി 0-ൽ നിന്ന് തുടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ഗൈഡ് എന്നാണ് അവർ പറയുന്നത്. കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര ചെറിയ വിഷയമാണോ? അതെ, അവിടെയാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി. ഈ കംപ്ലീറ്റ് ഗൈഡ് എന്ന വാക്ക് തന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് കാണാം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് മുഴുവനായി പഠിപ്പിക്കാൻ 100 വീഡിയോ ഒന്നും മതിയാവില്ല. പക്ഷേ ഒരു തുടക്കക്കാരന് വേണ്ട അടിസ്ഥാന കാര്യങ്ങളില്ലേ, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാം, വിൽക്കാം, എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, പിന്നെ ഈ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ഇതിൻ്റെയൊക്കെ ഒരു ബാലപാഠം, അതൊക്കെ കൊടുക്കാൻ ഒരുപക്ഷേ ഈ 100 വീഡിയോകൾക്ക് കഴിഞ്ഞേക്കാം. ഈ രേഖകൾ അനുസരിച്ച് അവർക്കൊരു കൃത്യമായ സിലബസ് ഉണ്ട്. ശരിയാണ്. ഇനി നമുക്ക് ആ പറഞ്ഞ ഇക്കോസിസ്റ്റത്തിലെ മറ്റ് ഘടകങ്ങളിലേക്ക് വരാം. വീഡിയോകൾക്ക് ശേഷം അറിവ് പരീക്ഷിക്കാൻ വേണ്ടി യൂട്യൂബിൽ തന്നെ ലൈവ് ക്വിസ് പ്രോഗ്രാമുകൾ. എനിക്കിത് വളരെ രസകരമായി തോന്നി. കാരണം നമ്മൾ സ്വന്തമായി ഓൺലൈനിൽ എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം അതാണല്ലോ. നമ്മൾ പഠിക്കുന്നുണ്ടോ അതോ വെറുതെ വീഡിയോ കണ്ട് സമയം കളയുവാണെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുമുണ്ടാകില്ല. വളരെ ശരിയായ ഒരു പോയിന്റാണത്. ഇതിന് ആക്റ്റീവ് റീകോൾ എന്നൊക്കെ പറയും. അതായത് പഠിച്ച ഒരു കാര്യം തലച്ചോറിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിവരം അവിടെ കൂടുതൽ ഉറയ്ക്കും. ഒരു വീഡിയോ കണ്ടു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുന്നു. അത് വെറുതെ വീഡിയോ കണ്ടു പോകുന്നതിനേക്കാൾ 10 മടങ്ങ് ഫലം ചെയ്യും. അതുകൊണ്ട് ഇതൊരു നല്ല നീക്കം തന്നെയാണ്. പക്ഷേ ഈ ലൈവ് ക്വിസ് ആവുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം പങ്കെടുക്കാൻ കഴിയുമോ എന്നൊരു പ്രായോഗികമായ ബുദ്ധിമുട്ട് വരാം. ഒരുപക്ഷേ അതിൻ്റെ റെക്കോർഡിങ്ങുകൾ അവർ പിന്നീട് ലഭ്യമാക്കുമായിരിക്കുമല്ലേ? ഓക്കെ, ഇനി അടുത്ത ഘടകം, അതാണ് ഈ പോഡ്കാസ്റ്റ് സീരീസ്. വീഡിയോയിലെ ആശയങ്ങൾ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യാനും പിന്നെ യാത്ര ചെയ്യുമ്പോഴോ മറ്റ് ജോലികളിൽ ഏർപ്പെടുമ്പോഴോ കേട്ട് പഠിക്കാനും ഇത് സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഈ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളല്ലേ? അത് വെറുതെ കേട്ടുകൊണ്ട് മാത്രം എത്രത്തോളം ഫലപ്രദമാകും? ടെക്നിക്കൽ അനാലിസിസ് പോലെയുള്ള വിഷയങ്ങൾ ഒരു ഓഡിയോ ഫോമാറ്റിലൂടെ പഠിപ്പിക്കുന്നത് ഏതാണ്ട് അസാധ്യമാണെന്ന് തന്നെ പറയാം. ഒരു ചാർട്ട് കാണാതെ അതിലെ പാറ്റേണുകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു അന്ധൻ ആനയെ വർണ്ണിക്കുന്നത് പോലെയാകും. അപ്പോൾ പിന്നെ ഈ പോഡ്കാസ്റ്റിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും? ഒരുപക്ഷെ മാർക്കറ്റ് സൈക്കോളജി, നിക്ഷേപ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക വാർത്തകളെക്കുറിച്ചുള്ള ചർച്ചകൾ, അതല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഓഡിയോ സമ്മറി, അങ്ങനെ എന്തെങ്കിലും ആകാം ലക്ഷ്യം. അല്ലാതെ ടെക്നിക്കൽ അനാലിസിസ് പഠിപ്പിക്കാനാവില്ല. ഈ രേഖകളിൽ പോഡ്കാസ്റ്റിൽ എന്തുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് അതൊരു പരീക്ഷണമായിരിക്കും. അതെ, ചിലപ്പോൾ വീഡിയോ കാണാൻ സാഹചര്യമില്ലാത്തവർക്ക് ഒരു വിഷയം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വഴിയായിരിക്കാം അത്. ഓക്കെ, ഇനി ഈ ഇക്കോസിസ്റ്റത്തിലെ അടുത്ത 2 ഘടകങ്ങൾ. ഒന്ന് പഠനക്കുറിപ്പുകൾ, അതായത് സ്റ്റഡി നോട്ട്സ്, പിന്നെ യൂട്യൂബ് ഷോർട്സ്. ഓരോ ക്ലാസ്സിനും ശേഷമുള്ള നോട്ടുകൾ അവരുടെ വെബ്സൈറ്റിൽ കിട്ടും. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നോർക്കാൻ ചെറിയ വീഡിയോകളായിട്ട് ഷോർട്സും. ഇതില് വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല അല്ലേ? ഇതൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? പലതരം ഉപകരണങ്ങൾ, അതായത് വീഡിയോകൾ തരുന്നു. ഒരു പേഴ്സണൽ ട്രെയിനറെ പോലെ ലൈവ് ക്വിസ്, നിങ്ങളുടെ പുരോഗതി നോക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ ആരോഗ്യത്തെപ്പറ്റിയുള്ള പോഡ്കാസ്റ്റ് തരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഫോണിലേക്ക് ചെറിയ ടിപ്സ്, അതായത് ഷോർട്സ്, അയക്കുന്നു.
ഇതിലെ ഓരോന്നും ഒറ്റയ്ക്കെടുത്താൽ സാധാരണമായിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടി ഒരാൾക്ക് കിട്ടുമ്പോൾ അതൊരു ശക്തമായ സംവിധാനമായി മാറും. പഠനം പാതി വഴിയിൽ നിർത്താനുള്ള സാധ്യത ഇത് കുറയ്ക്കും. ജിമ്മിന്റെ ഉദാഹരണം വളരെ ശരിയാണ്. ഒരു തുടർ പിന്തുണയുടെ ഒരു ഫീല് കിട്ടും. അതിനുവേണ്ടി തന്നെ അവർ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസുകളുടെ അപ്ഡേറ്റുകളും ദിവസേനയുള്ള മാർക്കറ്റ് വിവരങ്ങളും ഇതിലൂടെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പഠിക്കുന്ന ആളെ ആ വിഷയവുമായി എപ്പോഴും ഒരു ബന്ധത്തിൽ നിർത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ പഠന രീതിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അതിൻ്റെ ഗുണങ്ങളും ചിലപ്പോൾ വരാവുന്ന പരിമിതികളും ചർച്ച ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതെല്ലാം സൗജന്യമാണ്. എന്തുകൊണ്ടാണ് ഒരാൾ ഇത്രയും വിപുലമായൊരു സംവിധാനം ₹1 പോലും വാങ്ങാതെ കൊടുക്കുന്നത്? അതാണ് $1 മില്യൺ ചോദ്യം. ഈ രേഖകളിൽ ഒരിടത്തും അവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രംഗത്ത് സാധാരണയായി കാണുന്ന ചില രീതികൾ വെച്ച് നമുക്ക് ചില സാധ്യതകൾ കണ്ടെത്താം. ഏറ്റവും സാധാരണമായ ഒന്നാണ് ഫ്രീമിയം മോഡൽ. അതായത് ബേസിക് കോഴ്സുകൾ സൗജന്യമായി കൊടുത്ത് വലിയൊരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിനുശേഷം വരുന്ന അഡ്വാൻസ്ഡ് കോഴ്സുകൾക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഗൈഡൻസിന്, ലൈവ് ട്രേഡിംഗ് സെഷനുകൾക്ക് ഇതിനൊക്കെ പണം വാങ്ങുക. മനസ്സിലായി. അതായത് ഈ സൗജന്യ കോഴ്സ് ഒരു വലിയ ഫണലിന്റെ ആദ്യത്തെ പടിയാണ്. 10,000-കണക്കിന് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ ശതമാനം ആളുകളെ പണം തരുന്ന ഉപഭോക്താക്കളാക്കി മാറ്റുക. കൃത്യമായി. ഇനി രണ്ടാമത്തെ ഒരു സാധ്യതയുണ്ട്: അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ബ്രോക്കറുടെ അടുത്ത് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ പഠിതാക്കളെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ തുറക്കുന്ന ഓരോ അക്കൗണ്ടിനും ഇവർക്ക് ആ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടും. ഇത് വളരെ സാധാരണയായി കാണുന്ന ഒരു വരുമാന മാർഗമാണ്. ഇതിലൊന്നും നിയമപരമായി തെറ്റുമില്ല. പക്ഷേ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരു പ്രത്യേക ബ്രോക്കറെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ആ ബ്രോക്കർ ഏറ്റവും നല്ലതായതുകൊണ്ടാണോ അതോ അവർക്ക് അവിടെ നിന്ന് നല്ല കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണോ എന്നൊരു ചോദ്യം സ്വയം ചോദിക്കണം. അവരുടെ നിർദ്ദേശങ്ങളിൽ ഒരു സാമ്പത്തിക താൽപ്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടാകാം. പിന്നെ മൂന്നാമത്തെ സാധ്യത യൂട്യൂബ് പരസ്യവരുമാനം തന്നെ. പക്ഷേ ഇത്രയും വലിയൊരു സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള ചിലവ് യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം കിട്ടുമോ എന്നത് സംശയമാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സൗജന്യ സേവനത്തിന് പിന്നിൽ ഒരു പരോക്ഷമായ ബിസിനസ് മോഡൽ ഉണ്ടാകാനാണ് എല്ലാ സാധ്യതയും. അതറിഞ്ഞുകൊണ്ട് ഈ കോഴ്സിനെ സമീപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പൂർണ്ണമായും സൗജന്യം എന്ന വാക്കിന് അക്ഷരാർത്ഥത്തിലെടുക്കരുത്, അല്ലേ? തീർച്ചയായും. ലോകത്തൊന്നും ശരിക്കും സൗജന്യമല്ലല്ലോ. നമ്മൾ പണം കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന വില നമ്മുടെ ശ്രദ്ധയാണ്, നമ്മുടെ ഡേറ്റയാണ്, നമ്മുടെ സമയമാണ്. ഇവരൊരു വലിയ കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കുകയാണ്. ഭാവിയിൽ ആ കമ്മ്യൂണിറ്റിയെ പല രീതിയിൽ അവർക്കൊരു വരുമാനമാർഗമാക്കി മാറ്റാൻ കഴിയും. ഈ ചർച്ച വളരെ രസകരമായിട്ടാണ് പോകുന്നത്. നമ്മൾ അവരുടെ പഠന രീതി, അതിൻ്റെ പിന്നിലെ ബിസിനസ് സാധ്യതകൾ ഒക്കെ വിശകലനം ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സാമൂഹികമായ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചാലോ? മലയാളികൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത കുറവാണെന്നൊരു പൊതുവായ ധാരണയുണ്ടല്ലോ. സ്വർണത്തിലും റിയൽ എസ്റ്റേറ്റിലുമൊക്കെ നിക്ഷേപിക്കാൻ കാണിക്കുന്ന ആ ഒരു താൽപ്പര്യം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ കാണാറില്ല. അതിനെ ഇപ്പോഴും ഒരു ചൂതാട്ടമായി കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു സംരംഭത്തിന് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും? വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തടസ്സം അറിവില്ലായ്മയും അതിൽ നിന്നുള്ള പേടിയുമാണ്. ശരിയായ അറിവില്ലാതെ ഇതിലേക്ക് വരുന്നവരാണ് വലിയ നഷ്ടമൊക്കെ സഹിച്ച് ഇതിനെ ഒരു ചൂതാട്ട കേന്ദ്രമായി മുദ്രകുത്തുന്നത്. അപ്പോൾ ഓൾ ഫോർ ഗുഡ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ആ ഒരു അടിസ്ഥാനപരമായ അറിവ് നൽകാൻ കഴിഞ്ഞാൽ അത് ആളുകളുടെ മനോഭാവത്തിലൊരു മാറ്റം വരുത്തും. ഒരു ലോട്ടറി എടുക്കുന്ന ലാഘവത്തോടെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് പകരം ഒരു ബിസിനസ്സിൽ പങ്കാളിത്തം നേടുന്ന ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ അവർ പഠിച്ചേക്കാം. പക്ഷേ ഇതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പില്ലേ? യൂട്യൂബ് വീഡിയോകൾ മാത്രം കണ്ട് ആവശ്യത്തിന് അറിവായി എന്ന് തെറ്റിദ്ധരിച്ച് വലിയ റിസ്ക് എടുക്കാൻ ആളുകൾ തയ്യാറായാലോ? ഒരു വീഡിയോ കോഴ്സിന് ഒരു വ്യക്തിഗത സാമ്പത്തിക ഉപദേഷ്ടാവിന് പകരക്കാരനാകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് പഠിക്കുന്ന ആൾ വിവേകം കാണിക്കേണ്ടത്. ഈ കോഴ്സുകളൊക്കെ ഒരു വഴികാട്ടി മാത്രമാണ്. അത് നിങ്ങൾക്കൊരു ഭൂപടം തരും. പക്ഷെ യാത്ര ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ രേഖകളിൽ അവർ റിസ്ക് മാനേജ്മെന്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ട്രേഡിംഗിലെ ഇമോഷണൽ കൺട്രോളിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല.
ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സ്വന്തം പണവും വികാരങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ കോഴ്സിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാവാം. ഇനി അഥവാ ഇല്ലെങ്കിൽ അതൊരു വലിയ പോരായ്മയാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഓഹരി വിപണിയെക്കുറിച്ച് മലയാളത്തിൽ പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഓൾ ഫോർ ഗുഡ് വെറുമൊരു വീഡിയോ സീരീസ് അല്ല, മറിച്ച് പലതരം പഠനരീതികളെ ഒരുമിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റമാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. വീഡിയോ, ക്വിസ്, പോഡ്കാസ്റ്റ്, നോട്ടുകൾ, സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ എല്ലാം ഇതിന്റെ ഭാഗമാണ്. അതെ, ഈ ഒരു ഘടനാപരമായ സമീപനം പഠനം പാതിവഴിയിൽ നിർത്താതിരിക്കാൻ പഠിക്കുന്ന ആളെ ഒരുപാട് സഹായിച്ചേക്കാം. പക്ഷേ ഈ പോഡ്കാസ്റ്റ് പോലുള്ള മാധ്യമങ്ങളിൽ ടെക്നിക്കൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഫലപ്രാപ്തി അത് സംശയത്തിന്റെ നിഴലിലാണ്. ഇതിനെല്ലാം പുറമെ ഈ സൗജന്യ സേവനത്തിന് പിന്നിൽ ഒരു പരോക്ഷമായ ബിസിനസ് മോഡൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കൊരു ബോധ്യം വേണം. ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത്തരം സൗജന്യ പഠന പ്ലാറ്റ്ഫോമുകൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക ജനാധിപത്യം, അതായത് ഫൈനാൻഷ്യൽ ഡെമോക്രറ്റൈസേഷൻ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഒരു പുതിയതരം ഉപഭോക്താക്കളെ സൃഷ്ടിക്കുകയാണോ? അതായത് അറിവ് കൊടുത്ത് സാധാരണക്കാരെ ശാക്തീകരിക്കുകയാണോ, അതോ അവരെ ബ്രോക്കിംഗ് കമ്പനികളുടെയും മറ്റ് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നവരുടെയും പുതിയ കസ്റ്റമേഴ്സാക്കി മാറ്റുക എന്നതാണോ യഥാർത്ഥ ലക്ഷ്യം? ഇത് നിങ്ങൾ സ്വയം ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്.